വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ 100% ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ. നിലമ്പൂരിൽ സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കുടുംബത്തിന് നേരെ ഗുണ്ടാക്രമണം. റോസ് ഇന്റർനാഷണൽ ഹോട്ടലിന് മുൻവശം ജോസ് ഗിരി പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ വെള്ളിയാഴ്ച പുലർച്ചെ 12:30 സംഭവം. കോടതിപ്പടിക്ക് സമീപം താമസിക്കുന്ന മോളി ഐസക്കിന്റെ കുടുംബത്തിന് നേരെയാണ് ആക്രമണം നടന്നത്. വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ നിലമ്പൂർ റോസ് ഇന്റർനാഷണൽ ഹോട്ടലിന്റെ മുൻവശമെത്തിയപ്പോഴാണ് കാർ റോഡിലേക്ക് ഇറക്കിയിട്ടത് കണ്ടത്. തങ്ങളുടെ വാഹനം കടന്നുപോകാൻ കഴിയാതെ വന്നതോടെ നിരവധി തവണ ഹോൺ അടിച്ചെങ്കിലും കാർ മാറ്റിയില്ല. ഇതിനെ തുടർന്ന് കാർ ഇറക്കിയിട്ട യുവാക്കളോട് വാഹനം മാറ്റാൻ ആവശ്യപ്പെട്ടതോടെ കാറിൽ നിന്നിറങ്ങിയ യുവാക്കൾ കുടുംബത്തിന് നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. സ്ത്രീകളെ ഉൾപ്പെടെ വാഹനത്തിൽ നിന്ന് വലിച്ചിട്ട് മർദ്ദിച്ചുവെന്ന് മർദ്ദനമേറ്റ മോളി ഐസക് പറഞ്ഞു. 12 മണിയായപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിയുന്ന ഈ റോസ് ഇന്റർനാഷണൽ ഹോട്ടലിൻ്റെ അവിടെ മാതാവിൻ്റെ ഗ്രോട്ടോ ഉണ്ട്. ആ ഗ്രോട്ടോടെ അവിടെ നിന്ന് ഞങ്ങൾക്ക് ഇങ്ങോട്ട് തിരിയാൻ നേരത്ത് അവിടെ ഒരു വണ്ടി ബ്ലോക്ക് ആക്കിയിട്ടേക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ പ്രാവശ്യം ഓൺ അടിച്ചിട്ട് ഇവർ വണ്ടി മാറ്റിയില്ല. വണ്ടി മാറ്റാതെ ഞങ്ങൾ ഒരു കഷ്ടിച്ച് ഗ്ലാസ്സൊക്കെ മാറ്റിയിട്ട് ഫ്രണ്ടിലേക്ക് വന്നിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡ് ചോദിച്ച്, നിനക്കൊന്ന് വണ്ടി മാറ്റി കൂടാതെ എത്ര പ്രാവശ്യം ഓൺ അടിച്ചു എന്ന് ഇച്ചിരി ദേഷ്യപ്പെട്ട് ചോദിച്ചു. അവർ അന്നേരത്തേനും അവരുടെ വണ്ടിയിൽ നിന്ന് അവർ വണ്ടി മുന്നോട്ട് കൊണ്ടുവന്നിട്ടിട്ട് ഞങ്ങൾക്ക് വിലങ്ങിട്ടിട്ട് അവിടുന്ന് ഒരാൾ ഇറങ്ങി വന്നിച്ചിട്ട് എൻ്റെ ഹസ്ബൻഡിനെ പിടിച്ച് പുറത്ത് കോളറിനെല്ലാം പിടിച്ച് വെച്ചിട്ട് പുറത്തിറക്കി വലിച്ചിട്ടിട്ട് താഴെയിട്ട് അടിച്ചപ്പോൾ എൻ്റെ രണ്ടാമത്തെ മോൻ ഇറങ്ങി വന്നിട്ട് അവരുമായിട്ട് പിന്നെ ഭയങ്കര അടിയായിരുന്നു. അവിടെ അടിച്ച് ആകെ മേലെല്ലാം പൊട്ടിച്ച് വലിച്ച് മാല ഉണ്ടായിരുന്നു എൻ്റെ മോൻ്റെ കഴുത്തിൽ. ആ മാല പൊട്ടിച്ചിട്ട് അതിൻ്റെ ഒരു കഷ്ണം കുരിശുമില്ല, അതിൻ്റെ കുഴയില്ല. ഒരു 1.5 പവൻ്റെ മാലയായിരുന്നു. ഇപ്പോൾ 1 പവൻ്റെ കഷ്ടിയെ കയ്യിലുള്ളൂ. ബാക്കി മുഴുവൻ അവിടെ ചെതറിപ്പോയി. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ അവരെല്ലാം പിടിച്ച് മാറ്റി. എൻ്റെ ചെറിയൊരു 3 വയസ്സുള്ള കൊച്ചും എൻ്റെ രണ്ടാമത്തെ മോൻ്റെ വൈഫും അതിനകത്തുണ്ടായിരുന്നു, വണ്ടിക്കകത്തുണ്ടായിരുന്നു. ഇവർ വന്ന് ഡോർ തുറക്കുക, അടയ്ക്കുക, ഭയങ്കര ബഹളം. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ വട്ടം പിടിച്ച് മാറ്റി കഴിഞ്ഞപ്പോഴത്തേനും ഇവന് പോയിട്ടൊരു ബിയറിൻ്റെ കുപ്പി പൊട്ടിച്ചുകൊണ്ട് വന്നേച്ചിട്ട് എൻ്റെ രണ്ടാമത്തെ മോനെ കുത്താൻ വേണ്ടി തുടങ്ങി. അന്നേരത്തേനും കൊല്ലൂടാന്ന് പറഞ്ഞു കുത്താൻ വേണ്ടി തുടങ്ങി. അന്നേരത്തേനും ഞാൻ ഓടിപ്പോയി അവനെ വട്ടം പിടിച്ചിട്ട് ഞാൻ അവനോട് ചോദിച്ചു, നിനക്ക് അമ്മയൊക്കെ ഇല്ലേ, നീ ഇപ്പോൾ കുത്തിയാൽ അവനല്ല കൊള്ളുന്നത്, എനിക്കാ കൊള്ളുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവനെ പിടിച്ച് ഒരുപാട് മാറ്റി. അതിനിടയ്ക്ക് എനിക്കിട്ട് അടിയൊക്കെ കിട്ടി. എൻ്റെ തലമുടിക്കൊക്കെ പിടിച്ച് വലിച്ച് ആകെ നാശ, കൈയെല്ലാം പൊട്ടി. എന്നിട്ട് ഇവനെ മാറ്റി കൊണ്ടുപോയിട്ട് ആ കുപ്പി ലാസ്റ്റ് അവനോട് ഞാൻ ഒരു 10 മിനിറ്റ് നേരം അവനെ മൽപ്പിടുത്തം പിടിച്ചിട്ടാണ് അവൻ്റെ കുപ്പി തന്നത്. കുപ്പി ഞാൻ മേടിച്ച ദേഷ്യത്തിന് അവനൊരു കരിങ്കല്ലെടുത്ത് വെച്ചിട്ട് വണ്ടിയുടെ കാറിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് കുത്തി പൊട്ടിച്ച് ഉടച്ചിട്ട്, എന്നിട്ട് അവൻ പറഞ്ഞു, മക്കളെയും വിളിച്ചോണ്ട് പോക്കോ, മക്കളെ വേണമെങ്കിൽ മക്കളെയും വിളിച്ചോണ്ട് പോക്കോ. എനിക്ക് ഭയങ്കര പേടിയായി. മകനെയും ഭർത്താവിനെയും തന്നെയും ക്രൂരമായിട്ടാണ് മർദ്ദിച്ചത്. മകന്റെ കഴുത്തിലുള്ള മാല പൊട്ടിച്ച് വലിച്ചെറിഞ്ഞെന്നും ഇവർ പറഞ്ഞു. ബിയർ കുപ്പി ഉപയോഗിച്ച് മകനെ കുത്താൻ വേണ്ടി എത്തിയപ്പോൾ താൻ തടഞ്ഞതോടെയാണ് സംഘം പിന്മാറിയത് എന്നും തുടർന്ന് കല്ലുപയോഗിച്ച് വാഹനത്തിന്റെ ഗ്ലാസ് തകർത്തതായും മോളി ഐസക് പറഞ്ഞു. ഏറെ നേരം കഴിഞ്ഞാണ് ആക്രമികൾ പിൻവാങ്ങിയത്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയ കുടുംബം നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കണമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അരുമ ജയകൃഷ്ണൻ പറഞ്ഞു. ഇത്തരമൊരു അക്രമം നമ്മൾ അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്തായാലും അവർക്കുണ്ടായ ആ പ്രശ്നത്തിൽ ഞങ്ങൾ ശക്തമായി അപലപിക്കുകയാണ്. പോലീസിന്റെ ഭാഗത്തുനിന്ന് പൂർണ്ണ പിന്തുണ നമ്മൾ വിളിച്ച് പറഞ്ഞപ്പോൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവിധ പിന്തുണയും അവർ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ പോലീസ് എത്തിയിട്ടുണ്ട്. എന്തായാലും അവരുടെയൊക്കെ കുടുംബത്തോടൊപ്പം മഹിളാ അസോസിയേഷന്റെ എല്ലാ പിന്തുണയും ആ കുടുംബത്തോടൊപ്പം ഉണ്ട് എന്നും അവർ ഏതറ്റം വരെ പോകുന്നോ അതിൻ്റെ ഒപ്പം ഞങ്ങളും ഉണ്ടാവുമെന്ന് ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. നിലമ്പൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. Arrivals Men Apparels near Town Square, Vandoor.